ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ പോലീസ് വീഴ്ചയും അക്രമവും അന്വേഷിക്കാൻ SIT അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. 2024 നവംബർ 14 നടന്ന ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM പ്രവർത്തകർ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്നായിരുന്നു പരാതി. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, SIT എന്തൊക്കെയാണ് അന്വേഷിക്കുക? മാധു, ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയതാണ്. തെരഞ്ഞെടുപ്പ് ദിവസം അന്ന് പോളിംഗ് നടക്കുന്ന ഇടം അവിടെ CPM പ്രവർത്തകർ കയ്യേറി എന്ന ആരോപണമായിരുന്നു. അത് വലിയ സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഏതാണ്ട് 5000-ഓളം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ CPM പ്രവർത്തകർ തയ്യാറാക്കിയെന്നായിരുന്നു പരാതി. അന്ന് MK രാഘവൻ MP അടക്കം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ തമ്പടിച്ചു. കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിന്റെ ഭാഗത്ത് അക്രമം നേരിടേണ്ടി വന്നു. അന്ന് സിറ്റി പോലീസ് കമ്മീഷണറെ നിരവധി തവണ MK രാഘവൻ MP ബന്ധപ്പെട്ടിട്ടും അവിടേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ടെലിഫോണിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസ് കൂട്ടുനിന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന ഭരണസമിതി അത് LDF പിടിച്ചെടുത്തൊരു സാഹചര്യമായിരുന്നു. ആ സംഭവത്തിലാണ് കോഴിക്കോട് DCC അധ്യക്ഷൻ കൂടിയായ K പ്രവീൺകുമാർ MLA-യും MK രാഘവൻ MP-യും ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖറിന് നിർദ്ദേശം നൽകിയത്. പോലീസിന്റെ വീഴ്ച, അതിനൊപ്പം അവിടെ ഉണ്ടായ സംഘർഷം, ഈ രണ്ട് കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. എത്രയും പെട്ടെന്ന് 3 ആഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. കാരണം അവിടെ കോഴിക്കോട് സംഘർഷം അന്വേഷിക്കാൻ SIT